ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ അംഗൻവാടിയിൽ നിന്നും കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി നല്ല കിഡിലൻ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അമൃതം പൊടി ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്കിത് ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവത്തേ ഇല്ല, തീർച്ചയായിട്ടും അവർ കഴിക്കുന്നതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വെയിറ്റ് കൂടാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് തന്നെയാണിത്. അമൃതം പൊടി തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ന്യൂട്രിയൻസ് പൗഡർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 1.5 കപ്പ് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം അമൃതം പൗഡറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനിവിടെ അമൃതം പൗഡറും അതുപോലെ തന്നെ പാൽപ്പൊടിയും കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ പരമാവധി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാൽപ്പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ കട്ട പോലെ ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളത് പാലിലേക്ക് ചേർക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും കേട്ടോ. ഇത് ഇതുപോലെ കിടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തേച്ചാൽ മതി. അപ്പോൾ ആ ഒരു മിക്സും കൂടി ഞാൻ പാലിലേക്ക് ചേർത്ത് കൊടുത്തേക്കാണ്. പാല് തിളച്ചിട്ടില്ല, അതിന് മുന്നേ തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അമൃതം പൗഡറൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ മധുരം നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് ശർക്കര വേണമെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചവ്വരി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ചവ്വരിയാണ് എടുത്തേക്കുന്നത്. അതിലേക്കൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആവണ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നിന്ന് വെള്ളം കളയൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു വെള്ളവും അതുപോലെ തന്നെ ആ ഒരു ചവ്വരിയും കൂടി നമുക്ക് വേണം. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളതേ പാലൊക്കെ ഇവിടെ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 1/2 സ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വാനില എസൻസ് ഒന്നും വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതേ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചവ്വരി വേവിച്ചത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ടായിട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ പാലിൻ്റെ മിക്സൊക്കെ അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ കുറുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ആ ഒരു പറയണ കറക്റ്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലൂസിന് തന്നെ കിട്ടുന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൂട്ട്സാണ് ചേർക്കണേ. അപ്പോൾ ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഞാൻ ആദ്യം തന്നെ പഴം ആണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ ആപ്പിൾ ചേർത്ത് കൊടുത്തു. അത് നമ്മൾ എടുക്കുന്ന മിക്സിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതേ നമ്മൾ മാതളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കതിലോട്ട് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബദാം, കാഷ്യൂ, പീനട്ട്, പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സ്, ഈന്തപ്പഴം, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കുട്ടികൾ കഴിക്കില്ലാത്തതൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാറും അതൊക്കെ കഴിക്കുന്നതാണ്. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ, അതെല്ലാം നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല, ഫ്രൂട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആ ഒരു ചൂട് മാറിയതിന് ശേഷം കൊടുക്കാവുന്നതാണ്. വലിയ ആൾക്കാർക്ക് കഴിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.